കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMT007 MSc മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡിസംബർ 2025 എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇഗ്നോ TEE/QUA ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റീവ് ഗൈഡാണ് തന്നിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രിസൈസ് ആയി റിവൈസ് ചെയ്യാൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒഫീഷ്യൽ സിലബസിലെ ഓരോ ബ്ലോക്കുകളും യൂണിറ്റുകളും റിവിഷൻ ചെയ്യാനായി കഴിഞ്ഞ വർഷങ്ങളിലെ ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ടോപ്പിക്സും അതിൻ്റെ ഫോർമാറ്റ്സും വിലയിരുത്തി അതെങ്ങനെയാണ് മാർക്കിനനുസരിച്ച് സ്മാർട്ടായി പഠിക്കേണ്ടത് എന്നുള്ളൊരു അവലോകനം ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് വൺ, ഡോക്യുമെന്റ് റോഡ് മാപ്പ്. സിലബസ് മാപ്പിംഗ് ആണ് പറയുന്നത്. നമ്മുടെ ഈ സിലബസ് മാപ്പ് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ODEs, PDEs, സ്പെഷ്യൽ ഫങ്ഷൻസ്, ട്രാൻസ്ഫോംസ്, ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന കുറേ യൂണിറ്റ്സുകളും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ഡീപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് റെലവൻസ് എക്സാമിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ 1 നമുക്ക് കമ്പൾസറി ആയിട്ട് എഴുതുന്ന ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ കൊടുക്കേണ്ടത്. അതുപോലെ ക്വസ്റ്റ്യൻ 2 മുതൽ ക്വസ്റ്റ്യൻ 7 വരെ നമുക്ക് എനി 4 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഫോർമാറ്റ്സ്, അതിൻ്റെ മാർക്ക് ട്രെൻഡ്സ്, അങ്ങനെ ഓരോ സെഷൻസിലും എങ്ങനെയൊക്കെയാണ് എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ ഇതിലൂടെ നൽകുന്നു. നെക്സ്റ്റ്, റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്രയൊക്കെ ആവർത്തിച്ച് വരുന്നു, നമ്മൾ കൂടുതൽ തവണ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഏതൊക്കെയാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ലിപ്ചിറ്റ്സ് ടെസ്റ്റ്, ഗ്രീൻ ഫങ്ഷൻസ്, അതുപോലെ ഫൊറിയർ ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, ആർകെ ആൻഡ് മിൽനെ മെത്തേഡ്സ്, വോൺ ന്യൂമാൻ സ്റ്റെബിലിറ്റി എന്നൊക്കെ നമുക്ക് ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ കേസസ് ആണ്. അത് എത്രയൊക്കെ തവണ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതിലൂടെ ഓരോ യൂണിറ്റിലെയും ഡാറ്റ ഡ്രിവൺ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ്, മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ. നമ്മൾ ഇതിൻ്റെ അവസാനം ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ എങ്ങനെയൊക്കെയാണ് നമുക്ക് കറണ്ട് പാറ്റേൺ അനുസരിച്ച് യാതൊരു ഡിഫിക്കൽട്ടിയും കൂടാതെ റെഡിനെസ് ആയിട്ട് എഴുതാൻ സാധിക്കുക എന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമ്മുടെ മാർക്ക് സ്കീമിനനുസരിച്ച് എങ്ങനെയാണ് കൺസൈസ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് സൊല്യൂഷൻസും കാര്യങ്ങളും പ്രൂഫ്സും ഡെറിവേഷൻസും ന്യൂമറിക്സും കാര്യങ്ങളൊക്കെ എത്രയ്ക്ക് മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് എഴുതേണ്ടത് എന്നുള്ള ഒരു കാര്യം ഇതിലൂടെ നമ്മൾ പറയാൻ പോകുന്നു. നെക്സ്റ്റ്, മെത്തഡോളജി. നമ്മുടെ ബ്ലോക്സിനെ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 to 4 മാപ്പ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് യൂണിറ്റ്സ് 1 മുതൽ 12 വരെ ഉണ്ട്. അതിൽ നമുക്ക് എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, മാർക്സിന്റെ വെയിറ്റേജ് കാര്യങ്ങൾ, അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും അതിന് കൂടുതൽ പ്രോബബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ്, സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാം റെലവൻസിനനുസരിച്ച് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ്, അതിൽ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്സും എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എക്സാമിന് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് വൺ, ബ്ലോക്ക് 1 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ബ്ലോക്കിലെ 2 യൂണിറ്റ്സ് ആണ് ഇവിടെ. ഫസ്റ്റ് യൂണിറ്റ് ആണ് ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ഇക്വേഷൻസ് എന്നുള്ള യൂണിറ്റ്. അതിൽ 2 ടോപ്പിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഹൈ അപ്പിയറൻസ് 10 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ഏരിയയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തിയറിയും.
IVP BVP എന്ന തിയറീസ് ഒക്കെ വരുന്ന ഈ ഒരു കേസ് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിപ്ചിറ്റ്സ് ആൻഡ് എക്സിസ്റ്റൻസ് യൂണിക്നെസ് എന്ന് പറയുന്നത് മീഡിയം റെലവൻസിന് വരുന്ന 5 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഈ ഒരു ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ് 2 വരുന്ന പവർ സീരീസ് ഓർ ഫ്രബിനിയസ് ഓർ സിംഗുലർ പോയിന്റ്സ് എന്നത് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ്സുകളിലെ ഓരോ ടോപ്പിക്സ് ആണ് പറയുന്നത്. ലോ റെലവൻസിൽ വരുന്ന 2 ടോപ്പിക്സ് ആണ് ഹെർമിറ്റ് പോളിനോമിയൽസ് ആൻഡ് ഐഡന്റിറ്റീസ്, അതുപോലെ ലെഗ്യൂറോ പോളിനോമിയൽസ് എന്നുള്ളത്. മീഡിയം റെലവൻസിന് 6 ടൈംസ് അപ്പിയർ ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് ലെജൻഡറി പോളിനോമിയൽസ് ആൻഡ് ഐഡന്റിറ്റീസ്. അതുപോലെ ലോ റെലവൻസിൽ വരുന്ന 2 ടോപ്പിക്സ് ആണ് ബെസൽ ഫങ്ഷൻസ് ആൻഡ് റെക്കറൻസസ് എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ഫംഗ്ഷൻ ഓർ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു പോകേണ്ട ഓരോ ടോപ്പിക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ബ്ലോക്ക് 2 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ റെലവൻസിന് 12 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓർ ലാപ്ലേസ് ഇൻവേഴ്സ് ഓർ കൺവല്യൂഷൻ എന്നുള്ളത്. സോ ഇത് മസ്റ്റായിട്ട് നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ഫൊറിയർ ട്രാൻസ്ഫോംസ് ഓർ സൈൻ കൊസൈൻ ഓർ ഇൻ്റഗ്രൽ എന്ന ടോപ്പിക്ക് 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 3 യൂണിറ്റ്സിലെ ടോപ്പിക്സ് ആണ് പറയുന്നത്. സ്റ്റെബിലിറ്റി ഓർ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, അതുപോലെ റംഗെ-കുട്ട മെത്തേഡ്സ് ആൻഡ് ടൈലർ സീരീസ് മെത്തേഡ്. ഇത് മൂന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ്, പഠിക്കേണ്ട ഏരിയ ആണ്. അതുപോലെ ബ്ലോക്ക് 3 മില്ലെ അഡാംസ് പ്രെഡിക്റ്റർ കറക്റ്റർ എന്നുള്ളത് 6 ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് മൾട്ടി സ്റ്റെപ്പ് മെത്തേഡ്സ്, അതുപോലെ ഫൈനൈറ്റ് ഡിഫറൻസ് ഫോർ BVP ഓർ ODE ഷൂട്ടിംഗ് എന്നുള്ളത് ലോ റെലവൻസിന് വരുന്ന 2 ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 4 കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ടോപ്പിക്സ് കാര്യങ്ങളാണ്. ലോ റെലവൻസിന് വരുന്ന 2 ടോപ്പിക്സ് ആണ് ക്രാങ്ക്, നിക്കോൾസൺ, ലെസോണൻ ഓർ ഷ്മിഡിസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്ക്. അതുപോലെ ഫൈനൈറ്റ് എലമെന്റ് ഓർ ഗാലർക്കിൻ എന്നുള്ള മറ്റൊരു ടോപ്പിക്ക്. ഈ ഒരു ബ്ലോക്കിലെ 2 മീഡിയം റെലവൻസിന് വരുന്ന, അതായത് 7 ടൈംസും 5 ടൈംസും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് 5 പോയിന്റ് ഫോർമുല ഓർ എലിപ്റ്റിക് പാരാബോളിക് ഹൈപ്പർബോളിക്, അതുപോലെ വോൺ ന്യൂമോൺ സ്റ്റെബിലിറ്റി ആൻഡ് അനാലിസിസ്. ഈ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്തു പോവാം. നെക്സ്റ്റ് വൺ ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ബാർ ചാർട്ട് എന്താണ് പറയുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏത് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ബ്ലോക്കും കാര്യങ്ങൾ ഏതാണെന്നാണ് നോക്കുന്നത്. സോ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാം, ഈ ബ്ലോക്സ് കമ്പയർ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ബ്ലോക്സിൽ കാണിക്കുന്നത് അല്ലേ. സോ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1 എന്നുള്ളത്. സോ ഈ ബ്ലോക്ക് 1 എന്തായാലും പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. ഇനി അതിന് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് മറ്റുള്ള 3 ബ്ലോക്സും. സോ ആ 3 ബ്ലോക്കിലും ഒരേ റെലവൻസിലാണ് വരുന്നത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. ഇനി വരുന്നതാണ് ഒരു ഹീറ്റ് മാപ്പ്. ഇവിടെ കളർ എൻകോഡിനനുസരിച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഓരോ യൂണിറ്റിൽ നിന്ന് എത്രത്തോളമാണ് വരുന്നത് എന്നാണ് നമുക്ക് ഈ ഹീറ്റ് മാപ്പ് വെച്ചിട്ട് കാണാൻ കഴിയുന്നത്. ഇതാണ് ഇതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടച്ചിങ് ദ യൂണിറ്റ്സ് വരുന്നത്. സോ ഈ ഒരു ലെവലിൽ വരുന്ന യെല്ലോ കളേഴ്സ് ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലോക്ക് 4 യൂണിറ്റ് 15 എന്താണ് പറയുന്നത്, യൂണിറ്റ് 11 ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്സ് PDE ആൻഡ് സ്റ്റെബിലിറ്റി എന്നുള്ളത് വളരെയധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ബ്ലോക്കും യൂണിറ്റും ആണ്. സോ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഇത്. നെക്സ്റ്റ് വൺ നോക്കുമ്പോൾ യൂണിറ്റ് 6 ലപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ്, അതുപോലെ യൂണിറ്റ് 1 ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ഇക്വേഷൻസ്, അതുപോലെ പിന്നെ വരുന്നതാണ് നമ്മുടെ സിംഗിൾ സ്റ്റെപ്പ് ടൈലർ റംഗക്കുട്ട സ്റ്റെബിലിറ്റി എന്ന ഏരിയയിൽസ് വരുന്ന കാര്യങ്ങളൊക്കെ. ഈ ഒരു കളേഴ്സിൽ വരുന്ന ബ്ലോക്സ് യൂണിറ്റുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കി പഠിച്ച് പോവുക. നെക്സ്റ്റ് വൺ കീ ഇൻസൈറ്റ് ബോക്സ്. നമുക്ക് തന്നിട്ടുള്ളത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. അപ്പിയറൻസിനനുസരിച്ച് എക്സാമിൽ എത്രത്തോളം വരുന്നുണ്ടെന്നതിനനുസരിച്ച് നമ്മൾ തന്നിട്ടുള്ള 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വന്നിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ഓർ ഇൻവേഴ്സ് ഓർ കൺവല്യൂഷൻ എന്നുള്ളത്. അത് നമുക്ക് കോൺസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളോട് PDE via ലാപ്ലേസ് ഐറ്റംസ്, അതുപോലെ ഇൻവേഴ്സ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ഫോംസ് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ 12 ടൈംസ് നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ഏരിയ ആണ്. സോ പഠിച്ചു തന്നെ പോവുക. നെക്സ്റ്റ് വൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്.
അതിൻ്റെ IBP BBP തിയറീസും കാര്യങ്ങളും യൂണിറ്റ്നെസ് ക്യൂസ് ഒക്കെ 10 ടൈംസ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള നമ്മളോട് ട്രൂ ഓർ ഫാൾസ് ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലാണ്. നമ്മളോട് IBP ചെക്ക് ചെയ്യാനൊക്കെ ചോദിക്കുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് വൺ ഫോറിയർ ട്രാൻസ്ഫോംസ്. നമ്മുടെ സൈൻ, കൊസൈൻ, ഇന്റഗ്രൽ, ഇൻവേഴ്സ് എന്നുള്ളതൊക്കെ കാണാൻ വരുന്നത് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. യൂണിറ്റ് 7 വരുന്നത്. നമ്മളോട് അതിന്റെ ട്രാൻസ്ഫോം ടാസ്ക് ഒക്കെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. അതുപോലെ ബൗണ്ടറി വാല്യൂ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ചെയ്യാൻ വരുന്ന ഒരു ഏരിയയാണ്. സോ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ബ്ലോക്ക് 2 ട്രാൻസ്ഫോം ടെക്നിക്സ്, അതുപോലെ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് എന്നുള്ളതിന് വളരെയധികം പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ട 2 ബ്ലോക്സ് ആണ്. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ഫൈനൈറ്റ് ഡിഫറൻസ് സ്റ്റെബിലിറ്റി ബേസിക്സ് ഹീറ്റ് മാപ്പ് അനുസരിച്ച് നമുക്ക് കാണുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റ് ആണെന്നുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് റിലയബിൾ മാർക്സ് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. സോ ആ ഒരു യൂണിറ്റും കൂടി നിങ്ങൾ നോക്കി പോവുക. നെക്സ്റ്റ് വൺ വരുന്നത് കംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിൽ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ടിപ്പിക്കൽ മാർക്സിന് എത്രത്തോളം എഴുതണ്ടേ എന്നുള്ള ഒരു സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ടൈപ്സ് ആണ്, ഫോർമാറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. അതായത് ഒരു 5 ക്വസ്റ്റ്യൻസ് തരും, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് പറയുക. അതിൻ്റെ കൂടെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ 1 or 2 ലൈൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അത് ഓൾവേസ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ട്രാൻസ്ഫോം കമ്പ്യൂട്ടേഷൻ, ലാപ്ലേസിൻ്റെയും ഫോറിയറിൻ്റെ ഒക്കെ അത് ഫ്രീക്വൻസിലി സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് വരാറ്. എന്നാലും ലാപ്ലേസും ഫോറിയറൊക്കെ നോക്കി തന്നെ പോവാം. നെക്സ്റ്റ് വൺ ന്യൂമറിക്കൽ സ്കീംസ്. എപ്പോഴും സ്റ്റെപ്പ് വൈസ് ആയിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ടൈലർ, PC, മിൽനെ, RK എന്നിവയുടെയൊക്കെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ. നെക്സ്റ്റ് വൺ ഫൈനൈറ്റ് ഡിഫറൻസ് FEM ഫോർ BBP ഓർ PDE. നമ്മുടെ 5 പോയിന്റ് മെഡിസ്റ്റ്, CN, ലെസണൺ ഇതിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഡെറിവേഷൻസും പ്രൂഫ്സും ഒക്കെ ചോദിക്കും. നമ്മുടെ ബെസൽ ഐഡന്റിറ്റീസിന്റെ പ്രൂഫ്സ്, ഡെറിവേഷൻസ്, ലെജൻഡറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ. അതുപോലെ ഗ്രീൻ ഫംഗ്ഷൻ, സ്റ്റെബിലിറ്റി, സീരീസ് ഓർ ഫ്രോബിനേഴ്സ് ഇതൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതണ്ടേ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫോം കമ്പ്യൂട്ടേഷൻ. നമ്മുടെ ലാപ്ലേസ്, ഫോറിയർ എന്നിവയുടെയൊക്കെ കമ്പ്യൂട്ടേഷൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഡയറക്റ്റ് ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് അതിന് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസ് പ്രോപ്പർട്ടീസ്, കൺവല്യൂഷൻ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുക. അതിൻ്റെ IBVPS ട്രാൻസ്ഫോം ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുക. ടിപ്പിക്കലി ഇതൊരു 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിനൊരു കൺസിഷനും കറക്റ്റ് ടേബിളൊക്കെ കൊടുത്തിട്ട് കൺസിഷനിൽ എഴുതുക, കറക്റ്റ് സ്റ്റെപ്സും കാര്യങ്ങളും എഴുതുക. ഒരു 6 to 120 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഇക്വേഷൻസ് ആഡ് ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷൻ ഒക്കെ കൂടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ ഫൈനൈറ്റ് ഡിഫറൻസ് ഓർ FEM BBP PDE സ്കീംസിൽ വരുന്നത്. അതിനാദ്യം ഒരു 5 പോയിന്റ് സ്റ്റെൻസിൽസ് സെറ്റപ്പ് ചെയ്തിട്ട് ദെൻ ഒരു FEM ഓർ ഗലാർക്കിൻ ഡിസ്ക്രിറ്റൈസേഷൻ, അതുപോലെ അതിനൊരു ആൾജിബ്രിക് സിസ്റ്റംസ് ഒക്കെ അസംബിൾ ചെയ്തുണ്ടാക്കുക. നെക്സ്റ്റ് റോഡ് വാല്യൂസ് ഓർ ഓർഡർ ഓർ കൺസിസ്റ്റൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യുക. കോമൺലി ഇതൊരു 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ഏരിയ ആയിരിക്കും. സോ 18 to 150 വേർഡ്സിൽ നമ്മൾ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ന്യൂമറിക്കൽ സ്കീം അപ്ലിക്കേഷൻ. ടൈലർ, PC, മിൽനെ, RK എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളിലൊക്കെ ന്യൂമറിക്കലായിട്ട് അപ്ലിക്കേഷൻ കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളൊരു IBP മാർക്ക് ചെയ്യാൻ നോക്കുക. X യൂസിങ് RQ2, RQ4 എന്നുള്ള കേസിൽ വരുമ്പോഴാണ്. അതുപോലെ അതിനെ ഒരു സ്റ്റെബിലിറ്റി, അക്യുറസി റിമാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു 10 മാർക്സിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നീറ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ടേബിൾ വെച്ചിട്ട് നമ്മൾ 7 to 130 വേർഡ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഡെറിവേഷൻ ഓർ പ്രൂഫ് ആണ്. നമ്മുടെ ജനറേറ്റീവ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് പ്രൂഫ്സും കാര്യങ്ങളും എഴുതാൻ പറയും. അത് സംടൈംസ് ഓർത്തോഗണാലിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും. സോ ഒരു 10 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. സോ 18 to 140 വേർഡ്സിൽ നമ്മൾ അതിൻ്റെ കീ ഐഡന്റിറ്റീസും ജസ്റ്റിഫിക്കേഷനും ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
നെക്സ്റ്റ് വൺ നമുക്ക് കാണിക്കുന്നത് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസിസ് ആണ്. നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ എക്സാമിനും കഴിഞ്ഞു വന്ന ഡിസംബർ 2022 ടു ജൂൺ 2025 വരെയുള്ള എക്സാംസിൽ ഓരോ ഓരോ ഇയേഴ്സിലും എത്രത്തോളം പെർസെൻറ്റേജ് ഷെയർ ആവറേജ് മാർക്സിന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ബ്ലോക്ക് 1ൽ നോക്കൂ, ബ്ലോക്ക് 1 ODEസിൽ ഏറ്റവും കൂടുതൽ ഡിസംബർ 24ൽ വന്നിട്ടുണ്ട്. 28.3% ആവറേജ് മാർക്ക് വരുന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 നോക്കി തന്നെ പോവുക. നെക്സ്റ്റ് ബ്ലോക്ക് 2ൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 33.3 ജൂൺ 24ൽ വന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 2ഉം നമ്മൾ നോക്കി പോവേണ്ട ഒരു ബ്ലോക്കാണ്. നെക്സ്റ്റ് വൺ ജൂൺ 24ൽ വന്നിട്ടുള്ളത് നോക്കൂ, 23.3 ആവറേജ് മാർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ന്യൂമറിക്കൽ ODEs എന്ന ബ്ലോക്കിൽ നിന്ന്. ഇനി ബ്ലോക്ക് 4ലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഡിസംബർ 24ലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 15 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് 4ൽ നിന്ന്. ഓക്കെ, സോ ഇത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടോട്ടൽ ഷെയർ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 3ലേക്കാണ്. ബ്ലോക്ക് 3ലാണ് ആവറേജ് മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഈ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ഓരോ വർഷത്തിലെയും പേപ്പേഴ്സിനനുസരിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഏത് ക്വസ്റ്റ്യൻ പാറ്റേൺസിനാണെന്നാണ് പറയുന്നത്. സോ ട്രാൻസ്ഫോം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ആവറേജ് 26.7% മാർക്സിന് വരെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ജൂൺ 2024ലാണ്. അതുപോലെ ന്യൂമറിക്കൽ IBP സ്കീംസ് കാര്യങ്ങളും 22.4%ൽ സെക്കൻഡ് സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അത് എല്ലാ പേപ്പറിലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഇനി ബ്ലോക്ക് 4ന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് FEM 5 point ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ അപ്പിയർ ചെയ്യാറുണ്ട്. ബട്ട് ദ ബ്ലോക്ക് ആവറേജ് 11% ഓൺലി ആണ് വരുന്നത്. അത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3യും കമ്പയർ ചെയ്യുമ്പോൾ അതിലേറെ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ 50 മാർക്ക് പേപ്പർ 2 hours വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ ക്വസ്റ്റ്യൻ 1ൽ 10 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ 20 മിനിറ്റ് വെച്ചിട്ട് അത് എക്സാം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് റിമൈനിങ് ചെയ്യുന്ന 100 മിനിറ്റ്സ് ആവറേജ് വെയിറ്റ് ക്വസ്റ്റ്യൻസ് ആയ ട്രാൻസ്ഫോംസ് ഒക്കെ 27% വരുമ്പോൾ നമുക്കത് 27 to 30 മിനിറ്റ്സ് വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ന്യൂമറിക്കൽ സ്കീംസ് ഒക്കെ 22%-നാണ് വരുന്നത്. സോ 22 to 25 മിനിറ്റ്സ് വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഫൈനൈറ്റ് ഡിഫറൻസ് ഓർ FEM കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 30% ആണ് വരുന്നത്. സോ 13 to 15 മിനിറ്റ് വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഡെറിവേഷൻസ് ഓർ പ്രൂഫ് എന്നുള്ളത് 11% വരുന്നുണ്ട്. സോ 10 to 12 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലാസ്റ്റ് ഒരു ബഫറിങ്ങും കാര്യങ്ങളായിട്ട് നമ്മളൊരു 5 to 8 മിനിറ്റ് കീപ്പ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമ്മൾ അരിതമെറ്റിക്കും ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യുക, കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ വർക്കിങ്ങും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്പീഡൊക്കെ ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പീഡും ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ പാർഷ്യൽ ക്രെഡിറ്റും ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാകും. ഇനി പറയാൻ പോകുന്നത് ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ബ്ലോക്സിലും യൂണിറ്റ്സിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻസ് ഏരിയാസ് ആണ്
നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലാപ്ലേസ് ട്രാൻസ്ഫോം ടു സോൾവ് ODE ഓർ PDE ഓർ ഫൈൻഡ് ഇൻവേഴ്സ് എന്നുള്ളത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. നെക്സ്റ്റ് വൺ, സീരീസ് ഫ്രോബനിയസ് ഓർ പവർ സൊല്യൂഷൻ അബൌട്ട് x ഈക്വൽ ടു 0 എന്ന് വരുന്നത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി കൺസ്ട്രക്ട് ചെയ്യാണ് ഗ്രീൻ ഫംഗ്ഷൻ ഫോർ എ BVP ആൻഡ് എക്സ്പ്രസ് സൊല്യൂഷൻ ആസ് എൻ ഇന്റഗ്രൽ എന്നുള്ളത് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി 5 പോയിന്റ് ഫോർമുല ഫോർ ലാപ്ലേസ് ഓർ പോയ്സൺ എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ടാസ്ക് എന്നുള്ളതും 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി വോൺ ന്യൂമാൻ സ്റ്റെബിലിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഫോർ എ ഫൈനൈറ്റ് ഡിഫറൻസ് സ്കീം എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മിൽനെ പ്രഡിക്റ്റർ കറക്റ്റർ ടു അപ്രോക്സിമേറ്റ് y of x എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഷ്മിഡിസ്റ്റ് എക്സ്പ്ലിസിറ്റ് സ്കീം ഫോർ എ പാരാബോളിക് IBVP എന്നുള്ളത് 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബെസൽ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഓർ റെക്കറൻസ് എന്നുള്ളത് 2 ടൈംസ് അപ്പിയർ ചെയ്തൊരു ഏരിയ ആണ്. നെക്സ്റ്റ് വരുന്നത് ലെജൻഡറി ഓർ ഹെർമൈറ്റ് ഓർ ലഗ്യൂറു ഐഡന്റിറ്റീസ് എന്നുള്ളത് 1 ടൈംസ് അപ്പിയർ ചെയ്തിട്ടെന്ന് കാണിക്കുന്നു. ഇനി വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അപ്പിയർ ചെയ്തിട്ടുള്ളത് എത്ര പ്രാവശ്യമാണെന്നും അതിന്റെ ആവറേജ് മാർക്സ് കാര്യങ്ങളാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. സോ ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് ഇതിൽ കാണുന്നത് 10 ആവറേജ് മാർക്കിൽ വരുന്ന 4 ടൈംസ് അപ്പിയർ ചെയ്തൊരു ഏരിയ ആണ് 5 പോയിന്റ് ഫോർമുല ഫോർ ലാപ്ലേസ് ഓർ പോയ്സൺ ഓർഡർ ഓർ സോൾവ് ഗ്രിഡ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്ന 8.8 ആവറേജ് മാർക്കിന് വരുന്ന 4 ടൈംസ് അപ്പിയർ ചെയ്ത 2 ഏരിയാസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടു സോൾവ് ODE ഓർ PDE, അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ടാസ്ക്. ഇനി 8.5 മാർക്കിന് വന്നൊരു ഏരിയ ആണ് സീരീസ് സൊല്യൂഷൻ, അതായത് നമ്മൾ ഫ്രോബനിയസും പവർ സീരീസിന്റെ ഒക്കെ സൊല്യൂഷൻ കാണാനുള്ളത്. ഇനി ഇവിടെ നോക്കുമ്പോൾ 10 മാർക്സിന് വന്നിട്ടുള്ള 2 ഏരിയാസ് ആണ് ക്രാങ്ക് നിക്കോൾസൺ ഇംപ്ലിസിറ്റ് സ്കീം ഫോർ ഹീറ്റ് ഇക്വേഷൻ എന്നുള്ളതും ലെസണൻ ഇംപ്ലിസിറ്റ് മെത്തേഡ് ഫോർ ഹീറ്റ് ഇക്വേഷൻ എന്നുള്ളതും. നെക്സ്റ്റ് വരുമ്പോൾ 7.5 മാർക്സിന് വരുന്നതാണ് ഷ്മിഡിസ്റ്റ് എക്സ്പ്ലിസിറ്റ് സ്കീം ഫോർ പാരാബോളിക് IBVP, അതുപോലെ ബെസൽ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഒരു റെക്കറൻസ് എന്നുള്ളത്. 6.7 മാർക്കിന് വരുന്നതാണ് മിൽനെ പ്രഡിക്റ്റഡ് കറക്റ്റർ ടു അപ്രോക്സിമേറ്റ് y of x എന്നുള്ളത്. ഇനി 5 മാർക്കിന് വരുന്ന ഒരു ഏരിയയാണ് വോൺ ന്യൂമാൻ സ്റ്റെബിലിറ്റി ഓഫ് എ ഗിവൺ ഫൈനൈറ്റ് ഡിഫറൻസ് സ്കീം ഹീറ്റ് ഓർ വേവ് എന്നുള്ള ഒരു ഏരിയ. സോ ഈ ഒരു ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ അതർ ക്വസ്റ്റ്യൻസിൽ വെച്ചിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ വെച്ചിട്ട് നമുക്ക് 37.1 ഷെയർ കൊടുക്കുന്നുണ്ട്. സോ അത്രത്തോളം നമ്മൾ പഠിച്ചു പോയാൽ നമുക്കൊരു 37% വരെ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ ഈ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് കൊണ്ട് സാധിക്കും. അതർ ടാസ്ക്സും അതർ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നത് 62.9% ഏരിയയിലാണെന്നാണ് ഈ ഒരു പൈ ചാർട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. ഓക്കെ, ഫസ്റ്റ് വൺ ഡ്രിൽ ദ ട്രാൻസ്ഫോംസ് ആൻഡ് സീരീസ് പെയർ എന്നുള്ളത് നമുക്കൊരു ടൈംഡ് ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഒരു 5 മിനിറ്റ് ഔട്ട്ലൈനും വേണ്ടിയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് 12 മിനിറ്റ് കൊണ്ട് എഴുതാൻ നോക്കുക. നമ്മളോടിപ്പോൾ ഒരു ഫൊറിയർ ഐറ്റംസ് ലാപ്ലേസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രോബനിയസ് സീരീസും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഫൈനൽ ഫോംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് വൺ ന്യൂമറിക്സ് മെത്തേഡ്സ് പ്ലസ് സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ 5 പോയിന്റ് ഷ്മിഡിസ്റ്റ് CN ലെസൺ എന്നുള്ള ഏരിയയിലൊക്കെ അതിൻ്റെ അപ്ഡേറ്റ് ഫോർമുലാസ് ഒക്കെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് വർക്ക്ഡ് ഗ്രിഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ അതിനൊരു കറക്റ്റ് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു ഫിക്സ്ഡ് ടെംപ്ലേറ്റിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറൊക്കെ ഡിറൈവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഗ്രീൻസ് ആൻഡ് സ്പെഷ്യൽ ഫങ്ഷൻസിന്റെ കേസിൽ വരുമ്പോൾ നമ്മളൊരു 1 പേജിന്റെ ഗ്രീൻസിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റെസിപ്പി 1 പേജ് ബിൽഡ് ചെയ്യുക. ശേഷം ലെജൻഡറി ബെസൽ ഐഡന്റിറ്റീസ് ഒക്കെ അതിന്റെ ഫ്രണ്ട് ഷീറ്റിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈമിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് എക്സാമിന് എഴുതാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. എത്രത്തോളം നമ്മുടെ പ്രോബബിലിറ്റി വരുന്നത് നമ്മളെ അപ്പിയറൻസിനും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ടോട്ടൽ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ പറയാം. സോ 100% പ്രോബബിലിറ്റിയിൽ ഹൈ റെലവൻസ് കാറ്റഗറിയിൽ വരുന്ന 3 ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, നെക്സ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം,
ഓർ നെക്സ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഈ 3 ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്ത് പോവുക. ഹൈ കാറ്റഗറിയിൽസ് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? റങ്കെക്കുട്ട ഓർ ടൈലർ സിംഗിൾ സ്റ്റെപ്പ് ഓർ മിൽനെ ആദംസ് പ്രഡിക്റ്റർ കറക്റ്റർ ആൻഡ് സീരീസ് സൊല്യൂഷൻ ഓർ ഫ്രബിനിയസ്, ലെജൻഡറി ഓർ ഹെർമൈറ്റ് ഓർ ലെഗ്യൂറോ ഐഡന്റിറ്റീസ് ഓർ ഗ്രീൻസ് ഫംഗ്ഷൻ ഓർ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇതൊക്കെ ഹൈ റെലവൻസിന് വരുന്ന ഏരിയാസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഹൈ റെലവൻറ്റിന് വരുന്ന മറ്റൊരു ഏരിയയാണ് 5 പോയിന്റ് ഓർ ഷ്മിഡിസ്റ്റ് ഓർ സിയൻ ഓർ ലെസണൻ പ്ലസ് വോൺ ന്യൂമാൻ എന്നുള്ളത്. ഇനി ലോ റെലവൻസിന് വരുന്ന ഒരു ഏരിയയാണ് ഫൈനൈറ്റ് എലമെന്റ് ഓർ ഗലർക്കിൻ എന്നുള്ളതും. മീഡിയം റെലവൻസിന് വരുന്ന ഒരു ഏരിയയാണ് 15% പ്രോബബിലിറ്റിയിൽ വരുന്നുണ്ട് ബസൽ ഐഡന്റിറ്റീസ് ഓർ റെക്കറൻസസ് എന്നുള്ളതും ഫൈനൈറ്റ് ഡിഫറൻസ് PVP ഓർ ഷൂട്ടിംഗ് എന്നുള്ളതും. നെക്സ്റ്റ് വൺ തന്നിട്ടുള്ളത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ്. ഹൈ ഓർ മീഡിയം ടോപ്പിക്സ് വെച്ചിട്ട് ഓരോ ടോപ്പിക്സും എത്രത്തോളമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ റങ്കക്കുട്ട ഓർ ടൈലർ മെത്തേഡ് നമുക്കൊരു 6x6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതായത് എല്ലാ സെഷൻസിലും ഇതിന്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓർ IBP BBP ബേസിക്സ് 5 to 6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഫ്രീക്വൻസ്ലി ആയിട്ട് നമ്മുടെ ഷോർട്ട് പ്രോബ്ലംസ് ഓർ പ്രൂഫ്സ് കാണുന്ന ഏരിയാസിലാണ് വരാറ്. ഇനി സീരീസ് സൊല്യൂഷൻ ഓർ ഫ്രൊബിനിയസ് എന്നുള്ളത് യൂണിറ്റ് 2-ൽ നിന്നാണ്. നമ്മളെ 5/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. x=0 എക്സ്പാൻഷനും ഒക്കെ കൊടുത്തിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും. ഫോർത്ത് വൺ ലെജൻഡറി ഓർ ഹെർമൈറ്റ് ഓർ ലെഗ്യൂറോ എന്നുള്ളത് യൂണിറ്റ് 3-ൽ നിന്നാണ് വന്നിട്ടുള്ളത്. 5/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നമ്മുടെ റോഡ്രിഗീസും അതിന്റെ ഐഡന്റിറ്റീസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലായിരിക്കും. നെക്സ്റ്റ് വൺ ഗ്രീൻസ് ഫംഗ്ഷൻ ഓർ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂണിറ്റ് 5-ൽ നിന്നാണ്. 5/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നമ്മളോട് g(x) ഇറ്റ കൺസ്ട്രക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഇന്റഗ്രൽ ഫോമും കൂടി ആഡ് ചെയ്തിട്ട് പറയാൻ വരുന്ന കേസാണ്. നെക്സ്റ്റ് സിക്സ്ത് വൺ മിൽനെ ഓർ ആദംസ് പ്രഡിക്റ്റർ കറക്റ്റർ യൂണിറ്റ് 9-ൽ നിന്നാണ്. നമ്മളോട് PC ടാസ്കിൽ നിന്ന് 2 ഐട്രേഷനും കാര്യങ്ങളൊക്കെ എഴുതാൻ പറയുന്ന ഒരു കേസ്. ഇനി FD ആൻഡ് സ്റ്റെബിലിറ്റി ഫോർ PDE നമ്മളോട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനും അതുപോലെ സ്കീമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറയുന്ന സെക്ഷനാണ്. 5/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് 4/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നമ്മളോട് ഇൻവേഴ്സും കാര്യങ്ങളും IBBPന്റെ ലാപ്ലേസിന്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ പറയുന്ന സ്റ്റാൻഡ് അലോൺ ആയിട്ട് വരുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് വൺ ബെസൽ ഐഡന്റിറ്റീസ് യൂണിറ്റ് 4-ൽ നിന്ന് വരുന്നു. 3/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഷോർട്ട് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വരുന്ന കേസാണ്. നെക്സ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് യൂണിറ്റ് 7-ൽ നിന്നാണ്. 3/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളോട് കൊസൈൻ സൈൻ ഇൻവേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇനി അതിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഫൈനൈറ്റ് ഡിഫറൻസ് BVP ഫോർ ODEs എന്നുള്ളത് 3/6 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. നമ്മളോട് സ്റ്റെൻസിൽസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓർഡർ കാണാനൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഓരോ കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്ക് ആ കാറ്റഗറി അനുസരിച്ച് അതിന്റെ പ്രയോറിറ്റി എത്രത്തോളം കൊടുക്കണം എക്സാമിന് പഠിക്കാൻ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഹൈ കാറ്റഗറിയിൽ വരുന്ന 3 ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ RK ടൈലർ ഓർ മിൽനെ ആദംസ്. അത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫോർമുല ഷീറ്റിൽ ഒരു 1 പേജ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് വൺ എഴുതുക. അതുപോലെ നമ്മുടെ RK4 മാർച്ച് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. PC സ്റ്റെപ്സ് ഒക്കെ ട്വൈസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ടൈമിനനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി സീരീസ് ഓർ ഫ്രൊബിനിയസ് അതുപോലെ ലെജൻഡറി ഹെർമൈറ്റ് ലെഗ്യൂറോ എന്നുള്ളതൊക്കെ ഫ്ലാഷ് കാർഡ് ബിൽഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഓർത്തോഗണാലിറ്റിയും റെക്കറൻസും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്ലാഷ് കാർഡ് ബിൽഡ് ചെയ്തിട്ട് തന്നെ എഴുതാൻ നോക്കുക. അതുപോലെ അതിൻ്റെ ഫ്രൊബിനിയസ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് ടീച്ച് ബാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് വൺ ഗ്രീൻ ഫംഗ്ഷൻ ഓർ FD ആൻഡ് സ്റ്റെബിലിറ്റി എന്നുള്ളത് ഒരു കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് പീസ് വൈസ് ജമ്പിന് ഡെറിവേറ്റീവ് ഒക്കെ കാര്യങ്ങളിലൊക്കെ റിഹേഴ്സ് ചെയ്യുക. നല്ലോണം റിഹേഴ്സ് ചെയ്തിട്ട് നല്ല വോൺ ന്യൂമാനിലൊക്കെ നല്ല വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ 5 പോയിന്റ് ഗ്രിഡ് ടു കൺവേർജൻസിലൊക്കെ നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് തന്നെ എഴുതി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ലാപ്ലേസ്, ഫൊറിയർ, ബെസൽ, ODE BVP by FD.
ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു ടേബിൾ ലുക്കപ്പ് ഡ്രിൽസ് കാര്യങ്ങൾ കൊടുക്കാം. ഐഡന്റിറ്റീസും ട്രാൻസ്ഫോംസും ഒക്കെ യൂസ് ചെയ്തിട്ട് അൾട്ടർനേറ്റ് ടേബിൾ ലുക്കപ്പ് ഡ്രിൽസ് കൊടുക്കാം. അതിന് കൂടെ ഒരു 10 മിനിറ്റ് കമ്പ്യൂട്ടേഷൻ സ്പ്രിൻസിനും വേണ്ടിയിട്ട് കൊടുക്കാം. ഓരോ സ്പ്രിൻറ്റും ക്ലോസ്ലി ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. സോ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാറ്റാസിൽ കറക്റ്റ് ആണെന്നുള്ളതും കൂടി നോക്കുക. ഇനി ലോ കാറ്റഗറിയിൽ വരുന്നതാണ് ഫൈനൈറ്റ് എലമെന്റ് ഗലർക്കിൻ എന്നുള്ളത്. നമ്മുടെ റെസിജ്വൽ ടോപ്പിക്സിൽ വരുന്നതാണ്. സോ ഒരു കൺസൈസ് സമ്മറീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു വീക്ക് ഫങ്ഷൻസിനും കാര്യങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ അതിനൊരു കറക്റ്റ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഒരു 2 ടൈംസ് റൺ ചെയ്തിട്ട് വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ഇനി വരുന്നത് നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് 50 മാർക്കിന് വരുന്ന ഒരു എക്സാം ആണ്. 2 മണിക്കൂർ കൊണ്ട് എഴുതേണ്ടത്. സോ ക്വസ്റ്റ്യൻ 1 ഈസ് കമ്പൾസറി ആണ്. സോ ക്വസ്റ്റ്യൻ 2 മുതൽ ക്വസ്റ്റ്യൻ 7 നിന്ന് ഏതെങ്കിലും 4 അറ്റംപ്റ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് കേസ് വരുന്നത് ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ വരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ളതാണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആൻഡ് ലിപ്സിറ്റ്സ് ഇൻ വൈ ഓൺ എ റെക്ടാങ്കിൾ അറൌണ്ട് എക്സ് നോട്ട് വൈ നോട്ട് then the IVP y dash equal to f of xy, y of x naught equal to y naught has a unique solution near x naught. അത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കുക. നെക്സ്റ്റ് വൺ L of Lagrange f dash of t equal to 8 f of t minus f0 plus for any piecewise continuous f of exponential order. Next one block 3 the classical RK4 method is not a stable for the test equation y dash minus lambda y lambda less than 0. Next one the 5-point difference operator on a uniform grid is consistent of order 2 for uxx plus uyy equal to 0. And last one a predictor character pair can be formed with Adams Bashforth as predictor and Adams Moulton as character. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആണോ ഫോൾസോ ആണോ നമ്മൾ എഴുതുക. അതിൻ്റെ കൂടെ അത് ബ്രീഫ്ലി ആയിട്ട് ജസ്റ്റിഫിക്കേഷനും കൂടിയും കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് 10 മാർക്സിന് വരുന്ന ഏരിയയാണ്. യൂസിങ് റോഡ്രിഗസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത് ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് JN of x ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കേസ് ഡിറൈവ് ചെയ്യാനാണ് ബി പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ള സീരീസ് മെത്തേഡ്സ് ആൻഡ് ഗ്രീൻ ഫംഗ്ഷൻ എന്നാണ്. നമ്മളോട് ഒരു എക്സ് ഈക്വൽ ടു 0 നമ്മൾ ഫ്രോബിനിയസ് സൊല്യൂഷന് കാണാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രോബിനിയസ് സീരീസ് സൊല്യൂഷൻ കാണാം. അതുപോലെ ഫസ്റ്റ് 3 നോൺ സീറോ ടേംസും കൂടി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഡിപെൻഡൻറ്റ് സീരീസിലെ. നെക്സ്റ്റ് ഗ്രീൻ ഫംഗ്ഷൻസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മുടെ സൊല്യൂഷൻ y of x ഒരു സിംഗിൾ ഇൻ്റഗ്രൽ ഇൻവോൾവിങ് g of x ആണെന്നും കൂടി കണ്ടുപിടിക്കുക, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫോം ടെക്നിക്സ് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളോട് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ y of 0യും y dash of 0 കേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ഇനീഷ്യൽ വാല്യൂ ന്യൂമറിക്സ് ആൻഡ് മൾട്ടി സ്റ്റെപ്പ് 10 മാർക്സിന് വരുന്ന ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത് RK4 യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേജ് വാല്യൂസും ഫൈനൽ അപ്രോക്സിമേഷനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിൽ y of 0.5 കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇനി ബി പാർട്ടിൽ വരുമ്പോൾ മിൽനെ പ്രെഡിക്റ്റർ കറക്റ്റർ അപ്ലൈ ചെയ്തിട്ട് 1 സ്റ്റെപ്പ് IVPയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് പറയുന്നത്. സോ ആ ക്വസ്റ്റ്യനും കൂടിയും ചെയ്യുക. നെക്സ്റ്റ് ഡിഫറൻസ് മെത്തേഡ്സ് ഫോർ ODE ഓർ PDE കേസിൽ വരുന്നതാണ്. ക്രാങ്ക് നിക്കോൾസൺ സ്കീം അപ്ലൈ ചെയ്തിട്ട് UTയും U0 of Tയും U of X0 എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീനിയർ സിസ്റ്റം കാര്യങ്ങൾ എഴുതുക, അതുപോലെ ന്യൂമറിക്കൽ സൊല്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 6th എ പാർട്ട് വരുന്നത്. ഇനി ബി പാർട്ടിൽ നമ്മളോട് സെക്കൻഡ് ഓർഡർ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒരു ട്രൈ ഡയഗണൽ സിസ്റ്റം ഫോം ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ നോഡൽ വാല്യൂസ് സോൾവ് ചെയ്യാനും പറയുന്നുണ്ട്. ഇനി 7 ക്വസ്റ്റ്യൻസിൽ വരുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് തിയറിൽ നിന്നുള്ള നമ്മളോട് എക്സ്പ്ലിസ് FTCS സ്കീം തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വോൺ ന്യൂമാൻ അനാലിസിസ് പെർഫോം ചെയ്യാൻ പറയുന്നുണ്ട്.
ഹീറ്റ് ഇക്വേഷൻ, അതുപോലെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടീഷനൊക്കെ സ്റ്റേറ്റ് ചെയ്യാനും കൂടി ചോദിക്കുന്നു. നെക്സ്റ്റ് ഒരു ലീനിയർ IVP കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പ്രൂവ് ചെയ്യാനും കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് ലിപ്ഷിറ്റ്സ് കോൺസ്റ്റന്റ് വെരിഫൈ ചെയ്യാൻ നമ്മുടെ y(0) ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാനും കൂടിയും പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ IVP യൂസ് ചെയ്തിട്ട് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിനും കാര്യത്തിലൊക്കെ ആൻസേഴ്സൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ റെഫർ ചെയ്തിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ബെസ്റ്റ് ഓഫ് ദ ലക്ക് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.